എന്റെ പറമ്പിലോട്ട് നോക്ക്. നിന്റെ പ്ലാവിന്റെ ഇലയും മാവിന്റെ ഇലയും എല്ലാം എന്റെ പറമ്പിലോട്ടാ വീണ് കിടക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് പറ ത്രേസ്യാമ്മച്ചി. എന്നാ പിന്നെ ഞാൻ പ്ലാവിനോട് മാവിനോട് പറയാം. അയ്യോ അത് ത്രേസ്യാമ്മച്ചേട്ടത്തിന്റെ പറമ്പാണേ, അങ്ങോട്ട് ഇലയൊന്നും ഇടല്ലേ പ്ലാവേ മാവേന്ന്. അയ്യോ അത് കലക്കിട്ടിങ്ങനെ ചേച്ചി. നീ അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട. ഞാൻ തന്നെ നിന്റെ പ്ലാവിന്റെ മാവിന്റെ കൊമ്പ് വെട്ടി കളഞ്ഞു പറഞ്ഞോളാം. അത് മാസ് റിപ്ലൈ ത്രേസ്യാമ്മച്ചി. കൊമ്പ് വെട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വാ. ഞങ്ങൾ എന്നാ കയ്യും കെട്ടി നോക്കി നിൽക്കുവാണോ? നീ കയ്യും കെട്ടിയോ കാലും കെട്ടിയോ എങ്ങനെ വേണേലും നോക്കി നിന്നോ. ഇനി എന്റെ പറമ്പിൽ ഇല വീണാലാ ഞാൻ അപ്പ കാണിച്ചു തരാം. പിന്നല്ല. നിങ്ങൾക്ക് ചക്കയും മാങ്ങയും നിങ്ങളുടെ പറമ്പിലോട്ട് വീഴുമ്പോ കുഴപ്പമില്ലല്ലോ, ഇല വീഴുമ്പോഴാണല്ലോ കുഴപ്പം. ആണെന്നേ, അത് ടീന ചേച്ചി പറഞ്ഞത് ന്യായം. നിന്റെ ചക്കയും മാങ്ങ ആർക്ക് വേണോടി? ആരും കാണാതെ പറിച്ചോണ്ട് പോയി ഞം 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 തിന്നുമ്പോ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ. ആരാടി ഞം 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 തിന്നേ? നീ കണ്ടോ ഞങ്ങള് തിന്നുന്നത്? നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടല്ലേ. ഈ അമ്മയ്ക്ക് ഇതിൽ ഇടപെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വഴക്കൊന്ന് ആസ്വദിച്ച് വരുമായിരുന്നു. അപ്പൊ ത്രേസ്യാമ്മച്ചിയുടെ സ്കോർ 5ഉം ടീന ചേച്ചിയുടെ സ്കോർ 4ഉം.